ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു അമേരിക്കൻ പോയട്രി തീംസ് ആൻഡ് ഇഷ്യൂസ് എന്നുള്ള ഈ ഒരു പേപ്പറാണ്. ഈ ഒരു പേപ്പറിലുള്ള ബ്ലോക്ക് വണ്ണിലുള്ള ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു MAG18 ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു സെഷന് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. സോ ഈ ഒരു ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അമേരിക്കൻ കൊളോണിയലിസം, എങ്ങനെയാണ് അമേരിക്കൻ കൊളോണിയലിസത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്നിങ്ങനെയുള്ള ടോപ്പിക്സാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അമേരിക്കൻ കൊളോണിയലിസത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈസ്റ്റ് സൈഡിൽ ഈ ഒരു ഇംഗ്ലീഷുകാർ വന്നിട്ട് അവരവരുടേതായിട്ടുള്ള കോളനികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ വളരെയധികം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും മുൻപിൽ കണ്ടിട്ടായിരുന്നു അവരുടെ കോളനീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യ, ഡച്ച് എന്നിങ്ങനെയുള്ള ആളുകളും ആ ഒരു അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ അവരവരുടേതായിട്ടുള്ള കോളനികളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നാൽ 13 കോളനികളുടെ സ്റ്റോറിയാണ് അമേരിക്കൻ കൊളോണിയൽ ഹിസ്റ്ററിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ പിന്നീട് ഈ 13 ഇംഗ്ലീഷ് കോളനികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയായിട്ട് മാറുകയാണ് ഉണ്ടായത്. സോ ഇത്രയാണ് ഫോർമേഷൻ ഓഫ് ദി 13 കോളനീസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇൻഡിജിനസ് ഇൻഹാബിറ്റൻസ്, ഇതിൽ പറയുന്നത് എറോവാക്സ് എന്നുള്ള ആ ഒരു എന്ന പേരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരുന്നു ആ ഒരു സമയത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഈ ആളുകളെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഇന്ത്യൻസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് അവർ വളരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിലൂടെയാണ് ഇങ്ങനെ ഒരു പേര് ആ ഒരു വിഭാഗത്തിന് ക്രിസ്റ്റഫർ കൊളംബസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്താണ് വൈറ്റ് പീപ്പിൾ ആ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു കാലയളവിൽ ജീവിച്ചിരുന്ന ഈ ഒരു നേറ്റീവ് പീപ്പിളിൻ്റെ ഇടയിലേക്ക് വൈറ്റ് പീപ്പിൾസ് കടന്നു വരികയാണ്. സോ ആ ഒരു സമയത്ത് വളരെയധികം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. സോ പിന്നീട് അവരുടെ ഭൂമി വിദേശികളായിട്ടുള്ള സ്പാനിഷ്, ഡച്ച്, ഇംഗ്ലീഷുകാരൊക്കെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവരുടെ ഈ ഒരു വരവോട് കൂടിയിട്ട് ഒരുപാട് കറപ്ഷൻസ് ആ ഒരു ഏരിയയിൽ നടക്കുകയാണ്. അത് ഇറക്കോയ്സ് എന്നുള്ള ഒരു ആദിവാസി നേതാവായിട്ടുള്ള ഷിവ് ഹാൻസം ലേക്ക് ഒരു വരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വൈറ്റ് പീപ്പിള് പണവും അതുപോലെ തന്നെ മദ്യവും പീഡനങ്ങളൊക്കെ കൊണ്ടിട്ട് ഈ ഒരു ദേശത്തിനെ ഇല്ലാതെയാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു അത്രയും കൾച്ചറായിട്ടും അതുപോലെ തന്നെ റൂൾസിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം കണിശത പുലർത്തുന്ന അത്തരത്തിലുള്ള ഒരു നേറ്റീവ് പീപ്പിളിൻ്റെ ഇടയിലേക്ക് ഈ ഒരു വൈറ്റ് പീപ്പിൾ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള മദ്യപാനം, അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള പീഡനങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ വരവോട് കൂടിയിട്ട് ആ ഒരു പ്രദേശത്ത് അധികരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു ഇംഗ്ലീഷുകാർ അമേരിക്കയിൽ എത്താനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് 1620 മെയ്ഫ്ലവർ എന്നുള്ള ഒരു കപ്പലിൽ ഒരുപാട് പിൽഗ്രിംസ് ഈ ഒരു പ്ലേമൗത്ത് എന്നുള്ള സ്ഥലത്തേക്ക് അവർ എത്തി. സോ അവർ വരാൻ കാരണം അവർക്ക് വെർജീനിയ കമ്പനിയുമായിട്ട് ഒരു വാണിജ്യപരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പ്ലേമൗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷേ ശക്തമായിട്ടുള്ള സ്റ്റോം കാരണം അവർക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പിന്നീട് 66 ദിവസത്തെ ഒരു കഠിന യാത്രയ്ക്ക് ശേഷം അവർ കേപ്പ് കോഡ് എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാലയളവിൽ ഒരുപാട് ആളുകൾ ഡിസാസ്റ്ററുകളായിട്ടും അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെയും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു പ്ലേമൗത്ത് എന്നുള്ള ഒരു സ്ഥലത്ത് അവർ അവരുടെ ആദ്യമായിട്ടുള്ള ഒരു കോളനി സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതായിരുന്നു അവരുടെ ഇംഗ്ലീഷുകാരുടെ പ്രധാനപ്പെട്ട ഫസ്റ്റ് കോളനി എന്ന് പറയാനുണ്ടായിരുന്നത്. പിന്നീട് ഇവർ അവിടെ ചെറിയ ചെറിയ കോളനികൾ സ്ഥാപിക്കുകയും പിന്നീട് വേട്ടയാടാനും അതുപോലെ തന്നെ വീടുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പല രീതിയിലുള്ള വാണിജ്യങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്തു. പ്രധാനപ്പെട്ട വാണിജ്യം എന്ന് പറയുന്നത് കൃഷി അതുപോലുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് അവർക്ക് അവിടെയുള്ള കരീബിയൻ ആളുകൾ അവരെ വളരെയധികം ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് ആ ഒരു പീപ്പിൾ ആ ഒരു
പ്ലേസിൽ ഡെവലപ്പായിട്ട് വന്നു. സോ അതിൽ കരീബിയൻസ് അവിടെയുള്ള നേറ്റീവ് ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതായിരുന്നു. പിന്നീട് എന്താണ് അവർ ചെറിയ ചെറിയ ടൗണുകൾ, സിറ്റീസ് അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നീട് ഈ ഒരു കൊളോണിയൽ പീപ്പിളിൻ്റെ എന്താണ് ലൈഫ് സ്റ്റൈലുകൾ, അവരുടെ റൂട്ട്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. മാത്രമല്ല ഈ ആളുകൾ ഈ ഒരു ഏരിയയിലേക്ക് കൊളോണിയലൈസേഷന് എത്തിയിട്ടുണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ എന്താണ് മൾട്ടിപ്പിൾ മോട്ടിവേഷൻസ്, അതുപോലെ തന്നെ റിലീജിയസ് ഫ്രീഡം, എക്കണോമിക് ഗെയിൻ, ലാൻഡ് കോൺക്വസ്റ്റ്, എക്സ്പ്ലോറേഷൻ, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് ആളുകൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പീരീഡിലെ അമേരിക്കൻ പോയട്രിയെ കുറിച്ചിട്ടാണ്. അമേരിക്കൻ പോയട്രി എന്താണ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് യൂറോപ്യൻ സെറ്റിലേഴ്സാണ്. സോ എന്താണ് അമേരിക്കൻ പോയട്രിയെ കുറിച്ചിട്ട് വില്യം കാരോൾസ് വില്യംസ് പറയുന്നുണ്ട് എന്താണ്, ഇറ്റ്സ് വെരി ഈസി ടു ടോക്ക് അബൌട്ട് അമേരിക്കൻ പോയട്രി ബിക്കോസ് ദർ ഈസ് ഇൻ എനി സച്ച് തിങ്. എന്താണ് അമേരിക്കൻ പോയട്രിയെ കുറിച്ച് എന്താണ് പറയാൻ വളരെ എളുപ്പമാണ്, കാരണം എന്താണ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അമേരിക്കൻ പോയട്രിക്ക് എന്താണ് ഒരു എന്താണ് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അത്യാവശ്യം അവർക്ക് എന്താണ് അത്തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൽ കൂടുതലായിട്ടും നമുക്ക് പഠിക്കാനുള്ള എന്താണ് നേറ്റീവ് അമേരിക്കൻ പോയിറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ പോയട്രികളൊക്കെ വളരെയധികം എന്താണ് ഹൃദയസ്പർശികളായിട്ടുള്ള റൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ എന്താണ് അത് ഈ ഒരു വൈറ്റ് പീപ്പിൾ, ബ്രിട്ടീഷ് ആളുകൾക്ക് എന്താണ് വലിയ രീതിയിലുള്ള താല്പര്യം, അവരുടെ കവിതകൾക്കും അവരുടെ കൃതികൾക്കൊന്നും അവർ വലിയ രീതിയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ് അവർ പച്ചയായ ജീവിതങ്ങൾ, അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ തുറന്ന് കാട്ടിയിട്ടുള്ള രീതിയിലുള്ള റൈറ്റിങ്സ് ആയിരുന്നു അവരുടേത്. പക്ഷേ എന്താണ് അത് ഇവരും അതിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഒരു അരോചകത്വം ഇത്തരത്തിലുള്ള നെറ്റീവ് ആളുകളുടെ കവിത കൊണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും അത്തരത്തിലുള്ള നേറ്റീവ് അമേരിക്കൻസിന് എന്താണ് അവരുടെ കൃതികളും പോയട്രികളൊന്നും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അവരൊരു ഔട്ട്സൈഡേഴ്സ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി അമേരിക്കൻ സ്പിരിറ്റ് ആൻഡ് ദി പ്യൂരിറ്റൻ സ്പിരിറ്റ്. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ആ ഒരു കാലയളവിൽ എന്താണ് ഫിലിപ്പ് ഫെർണോ, അതുപോലെ തന്നെ എഡ്ഗർ അലൻ പോ എന്നിങ്ങനെയുള്ള പോയിറ്റ്സുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്യൂരിറ്റൻ കോളനീസിലായിരുന്നു കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള റൈറ്റേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആനി ബസൻ്റ്, അതുപോലെ തന്നെ എഡ്വേർഡ് ടൈലർ, മിക്കായൽ വിഗ്ലസ്വോർത്ത്, അതുപോലെ തന്നെ എഡ്വേർഡ് ടൈലറിൻ്റെ തിയോളജി, അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് എന്താണ് റൈറ്റിങ്സും അതുപോലെ തന്നെ പോയിറ്റ്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ എന്താണ് ഗോഡിൻ്റെ ക്രിയേഷൻസ്, പിന്നെന്താണ് ഈ ഒരു ഭൂമി ആരാണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ എർത്തിൻ്റെ ഓണർ ആര്, അത്തരത്തിലുള്ള രീതിയിലുള്ള റൈറ്റിങ്സൊക്കെ ആയിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ അവരുടെ മോറൽസും വാല്യൂസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള റൈറ്റിങ്സും പോയംസൊക്കെ ആയിരുന്നു അവർ ആ ഒരു കാലയളവിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു പ്യൂരിറ്റൻസിൻ്റെ വരവോട് കൂടിയിട്ട് മൊത്തത്തിലുള്ള എന്താണ് റൈറ്റിങ്സ് ആയാലും ഏതൊരു രീതിയിലുള്ള ഒരു സാഹിത്യം ആയാലും അവർ ആ ഒരു സാഹിത്യത്തിന് എന്താണ് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തില്ല എന്നല്ല, അത്തരത്തിലുള്ള കലാരീതികൾ എഴുതാനും അത് എന്താണ് പബ്ലിഷ് ചെയ്യാനൊന്നും അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണ് അവരുടെ മോറൽ വാല്യൂസിന്, അതുപോലെ തന്നെ അവരുടെ മതത്തിന്, സമുദായത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എതിരാണ് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ. എന്നാലും ആ ഒരു കാലയളവിലുള്ള പ്രധാന കവികൾ എന്ന് പറയുന്നത് ആനി ബ്രാൻസ്റ്റീൽ, അതുപോലെ തന്നെ എഡ്വേർഡ് ടൈലർ എന്നിങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു. ആ ഒരു കാലയളവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് ദി ഡേ ഓഫ് ഡൂം, അതുപോലെ തന്നെ ദി ന്യൂ ഇംഗ്ലണ്ട് പ്രൈം, അത്തരത്തിലുള്ള ബുക്കുകൾ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താണ് കോപ്പികളൊക്കെ വളരെയധികം വിറ്റൊഴിച്ചിട്ടുള്ള ബുക്കുകളും റൈറ്റിങ്സൊക്കെ ആയിരുന്നു ഈ വർക്കുകളൊക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കാലയളവിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ആൻ ബ്രാൻസ്റ്റീൽ അമേരിക്കൻ കോളനിയിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു പോയറ്റായിരുന്നു. പ്യൂരിറ്റൻ മതചിന്തയുമായിട്ടുള്ള ആദ്യ പോയറ്റായിരുന്നു ആൻ ബ്രാൻസ്റ്റീൽ. ഇവരുടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദി ഓതർ ടു ഹെർ ബുക്ക്, അതുപോലെ തന്നെ ടു മൈ ഡിയർ ആൻഡ് ലവിങ് ഹസ്ബൻഡ്,
അത്തരത്തിലുള്ള എന്താണ് ദി പ്രൊലോഗ്, ദി ഇൻ്റർഫറൻസ് ടു ഹെർ ചൈൽഡ്, അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ ആയിരുന്നു ഇവരുടെ എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റിങ്സ് എന്ന് പറഞ്ഞത്. ദെൻ ദി ഫ്ലെഷ് ആൻഡ് ദി സ്പിരിറ്റ്, ഇത്തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് എഡ്വേർഡ് ടൈലറാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ഇദ്ദേഹം ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്യൂരിറ്റൻ മിനിസ്റ്ററായിട്ട് മസാച്യുസെറ്റ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ വളരെയധികം തീവ്രമായതും അതുപോലെ തന്നെ റൈറ്റിങ്സൊക്കെ വളരെയധികം ലളിതമായ രീതിയിലുള്ള റൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റൈറ്റിങ്സാണ് ദി എസ്തെറ്റിക് സ്പിരിച്വൽ പോയട്രി, അതുപോലെ തന്നെ സ്ട്രോങ് ഓപ്പോസിഷൻ ടു കത്തോലിസിസം എന്നിങ്ങനെയുള്ള റൈറ്റിങ്സൊക്കെ. സോ അദ്ദേഹവും കൂടുതലായിട്ട് റിലീജിയസ്, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രഗിൾസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സും എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ടുള്ള ഏതെങ്കിലും ഏരിയാസ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റ് ബ്ലോഗ്സൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് വേണമെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.